അപ്പോൾ നിങ്ങളൊരു ജിഞ്ചർ ക്യാറ്റ് പാരന്റ് ആണോ? സ്വർണ്ണ വർണ്ണത്തിലുള്ള ജിഞ്ചർ പൂച്ചകളുടെ സ്വഭാവ സവിശേഷതയിൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ടോ? ആ സ്വഭാവ സവിശേഷതയുടെ രഹസ്യം കണ്ടെത്തിയിരിക്കുകയാണ് കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഒരു സംഘം ഗവേഷകർ. മറ്റ് പൂച്ചകളിൽ നിന്നും എന്തുകൊണ്ടും വ്യത്യസ്തരാണ് സ്വർണ്ണ നിറത്തിലുള്ള ജിഞ്ചർ പൂച്ചകൾ. രൂപഭംഗിക്ക് പുറമെ മനുഷ്യരോടുള്ള പ്രത്യേകതരം ഇണക്കവും ചെറിയ തരത്തിലുള്ള വികൃതി സ്വഭാവവും എല്ലാം ഇവയെ വ്യത്യസ്തരാക്കുന്നു. നിറത്തിന്റെയും സ്വഭാവത്തിന്റെയും പിറകിൽ ഒളിച്ചിരിക്കുന്ന രഹസ്യമാണ് നാളുകൾ നീണ്ട ഗവേഷണത്തിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം പ്രത്യേകതരം DNA മ്യൂട്ടേഷൻ ആണെന്നാണ് കണ്ടെത്തൽ. അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്നല്ലേ? ഈ ജനിതക വ്യതിയാനം മറ്റൊരു മൃഗത്തിലും ഇന്നോളം കണ്ടെത്തിയിട്ടില്ല എന്നതാണ്. കറന്റ് ബയോളജി എന്ന ജേർണലിലാണ് ഈ ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് വളരെ അസാധാരണമായ തരത്തിലുള്ള മ്യൂട്ടേഷൻ ആണെന്നാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ജനിതക ശാസ്ത്ര വിഭാഗത്തിലെ സീനിയർ സയന്റിസ്റ്റ് ക്രിസ്റ്റഫർ കൈലിൻ അവകാശപ്പെടുന്നത്. നമ്മുടെ ഓറഞ്ച് പൂച്ചകളിൽ ഭൂരിഭാഗവും ആൺപൂച്ചകളാണ്. ഓറഞ്ച് നിറത്തിലുള്ള ജനിതക കോഡ് X ക്രോമസോമിലാണെന്നാണ് അനുമാനം. മറ്റ് സസ്തനികളെ പോലെ പെൺപൂച്ചകൾക്ക് 2 X ക്രോമസോമുകൾ ഉള്ളപ്പോൾ ആൺപൂച്ചകൾക്ക് 1 Xഉം 1 Yയും ആണുള്ളത്. അതിനാൽ ഒറ്റ X ക്രോമസോമിൽ ഓറഞ്ച് സ്വഭാവം വഹിക്കുന്ന ഏതൊരു ആൺപൂച്ചയും പൂർണ്ണമായും ഓറഞ്ച് നിറത്തിലായിരിക്കും. എന്നാൽ X ക്രോമസോമിൽ എവിടെയാണ് ഈ മ്യൂട്ടേഷൻ നിലനിൽക്കുന്നതെന്നും എങ്ങനെയാണ് ഇത് ഓറഞ്ച് നിറത്തിന് കാരണമാകുന്നതെന്നും എന്നത് ഒരു വലിയ ചോദ്യമായിരുന്നു. സാധാരണയായി മൃഗങ്ങളിൽ മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് നിറമുള്ള രോമങ്ങൾക്കും മനുഷ്യരിൽ ചുവന്ന മുടിക്കും കാരണമാകുന്ന മ്യൂട്ടേഷനുകൾ നിറത്തെ നിയന്ത്രിക്കുന്ന ജീനുകളിലാണ് സംഭവിക്കാറുള്ളത്. ആ ജീനുകൾ X ക്രോമസോമിൽ അല്ല സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓറഞ്ച് പൂച്ചകളുടെ നിറം ഒരു വലിയ ചോദ്യമായി തുടർന്നു. എന്നാൽ പുതിയ കണ്ടെത്തൽ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം നൽകുകയാണ്. ഓറഞ്ച് നിറമുള്ള പൂച്ചകളിൽ മാത്രം കാണുന്ന ഈ പ്രത്യേക ജനിതക വ്യതിയാനം അവയുടെ അതുല്യമായ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും സഹായിച്ചേക്കും. ഒപ്പം പൂച്ചകളുടെ ജനിതക വൈവിധ്യത്തെക്കുറിച്ചും നിറങ്ങളെ നിയന്ത്രിക്കുന്ന ജനിതക സംവിധാനങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കാനും ഈ പുതിയ കണ്ടെത്തൽ വഴിവെച്ചേക്കും. എല്ലാ വർഷത്തെയും പോലെ ഈ സ്വാതന്ത്ര്യദിനത്തിലും നമ്മൾ ഒരാളെ തെരഞ്ഞെടുത്ത് മോചിതനാക്കുകയാണ്. ഈ വർഷത്തെ ഭാഗ്യവാൻ ആരാണെന്ന് നമുക്ക് നോക്കാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സ്വന്തം ആരോഗ്യം പോലും കണക്കിലെടുക്കാതെ ഇന്നിവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് എന്റെ ഹൃദയംഗമമായ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. ജയിൽ അദ്ദേഹത്തിന് അന്യമല്ല. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ഇവിടെ വരേണ്ട ആളാണ്. ജയിലിന്റെ വികസനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും കുറ്റവാളികളുമായി ഒരു തത്സമയ സംപ്രേക്ഷണം നടത്തുവാൻ അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. സ്വന്തം അസുഖത്തെപ്പോലും തൃണവൽഗണിച്ചുകൊണ്ട് ഇന്നീ സുദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹം എത്രയും പെട്ടെന്ന് യശശരീരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുറത്തിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്റെ പേരുകൂടെ ഉൾപ്പെടുത്തിയ നമ്മുടെ പിതാമഹനായ സൂപ്രണ്ട് സാറിനും എന്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലി.